السلام عليكم ورحمة الله تعالى وبركاته. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരിൽ പഠിപ്പിക്കലുമാണ്. ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന സച്ചരിതരായ ദൈവദാസന്മാർക്ക് അന്ത്യനാളിൽ അല്ലാഹു തആല ധാരാളം പ്രതിഫലം നൽകും. മറ്റൊരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അദ്ദേഹത്തിൻ്റെ ശിരസിൽ അണിയിക്കപ്പെടും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല 2 ജോഡി വസ്ത്രം അണിയിക്കപ്പെടും. ഇരുലോകം മുഴുവൻ ചേർന്നാലും ആ വസ്ത്രത്തിന് സമമാവുകയില്ല. അതുപോലെ തന്നെ ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കപ്പെടും, എന്തുകൊണ്ടാണ് റഹ്മാനെ ഈ വസ്ത്രം ഞങ്ങളിൽ അണിയിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അല്ലാഹു തആല അവരോട് ഉത്തരം പറയപ്പെടും, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതിൻ്റെ കാരണത്താലാണ് ഈ വസ്ത്രം നിങ്ങളിൽ അണിയിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ സന്താനത്തെ ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിച്ചാൽ അദ്ദേഹത്തിന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വപാപങ്ങളും അല്ലാഹു തആല പുറത്തുകൊടുക്കപ്പെടും. ഇനി ഒരുവൻ തൻ്റെ മകനെ ഖുർആൻ കാണാതെയാണ് പാരായണം ചെയ്യാൻ പഠിപ്പിച്ചതെങ്കിൽ അല്ലാഹു തആല അന്ത്യനാളിൽ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവൻ്റെ മകനോട് അല്ലാഹു തആല പറയും, മകനെ നീ ഖുർആൻ ഓതിക്കൊള്ളുക. ഓരോ സൂക്തവും ഓതുന്നതനുസരിച്ച് അല്ലാഹു തആല തൻ്റെ പിതാവിൻ്റെ പദവി ഉയർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഖുർആൻ മുഴുവൻ ഓതുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേ തന്നെയിരിക്കും. ആ നിലയിൽ ഈ റമളാനിനെ അള്ളാഹുവിൻ്റെ കലാമുമായി ഹൃദയബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു തആല നമ്മയും ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.